ഗോകുൽ, അതേപോലെ തന്നെ അവിടുത്തെ ഈ പുക നിയന്ത്രണ വിധേയമാക്കിയെന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ ഇത് സമ്പൂർണ്ണമായി അത് അപകടസ്ഥിതി ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ വാർഡിൽ നിന്നും ആളുകളെ സമ്പൂർണ്ണമായി മാറ്റി അവിടെ സീൽ ചെയ്തു. അവിടെ ഫയർഫോഴ്സിൻ്റെ ആളുകളൊക്കെ ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട ഇലക്ട്രീഷ്യന്മാരൊക്കെ തന്നെ മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോൾ അപകടസ്ഥിതി സമ്പൂർണ്ണമായും ഒഴിവാക്കി പൂർണ്ണമായി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് ഉള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അതേപോലെ തന്നെ ജനപ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടോ? ജില്ലാ കളക്ടർ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജനപ്രതിനിധികളായിട്ടുള്ള ആരെങ്കിലും ഈ സമയത്ത് ആശുപത്രിയിൽ കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ അവിടെ ഉണ്ടോ? സിദ്ദിഖ് MLA വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു മരണം അദ്ദേഹം പുറത്തു പറഞ്ഞതുകൊണ്ടാണ് ഇതിനിപ്പോൾ സൂപ്രണ്ട് അതിനൊരു വിശദീകരണവുമായി രംഗത്ത് വന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് 5 മരണം സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അത് പല കാരണങ്ങളാലാണ്, പുക ശ്വസിച്ചല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതൊക്കെ മെഡിക്കൽ പരിശോധനയിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ജനപ്രതിനിധികൾ ആരെങ്കിലും അവിടെ ഉണ്ടോ? ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് ഗോകുൽ? ബ്ലോക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന ആശുപത്രിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രിയുടെ ബ്ലോക്ക് പൂർണ്ണമായും സീൽ ചെയ്തിട്ടാണ് ആ പരിശോധന നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്ന രോഗികളെ മറ്റ് ആശുപത്രിയിലേക്ക് തിരിച്ചുവിടാനും മറ്റടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾക്കുമൊക്കെ ഒരു ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനപ്രതിനിധികളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ സമയത്ത് നമുക്ക് ഇവിടെ ആരെയും കാണാൻ സാധിക്കുന്നില്ല. MLAമാരും MP-യും ജില്ലാ കളക്ടറും മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരും ഒക്കെ ഇങ്ങോട്ടേക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ആശുപത്രി ഒഫീഷ്യൽസും സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകളും പോലീസും ഫയർഫോഴ്സും മാത്രമാണ് ഇവിടെ ഉള്ളത്. മാധ്യമ പ്രവർത്തകരും അവശേഷിക്കുന്നു. രോഗികളെ മുഴുവൻ മാറ്റിയതിനു ശേഷം ജില്ലാ കളക്ടർ ഇവിടെ നിന്ന് പോയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ലഭിച്ചിരുന്നു. എന്താണ് പ്രാഥമികമായിട്ട് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച പ്രതികരണം ലഭിച്ചിരുന്നു. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. പക്ഷേ അതിനും ഒരു സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ആശുപത്രി സീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന പഴയ കാഷ്വാലിറ്റി, മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന പഴയൊരു കാഷ്വാലിറ്റി പ്രവർത്തന സജ്ജമാക്കി അങ്ങോട്ടേക്ക് രോഗികളെ മാറ്റുന്ന അല്ലെങ്കിൽ ഇനി വരുന്ന രോഗികളെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന നടപടിയൊക്കെ എടുക്കുമെന്നാണ് അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടുള്ളത്. ഇത് പൂർണ്ണസ്ഥിതിയിൽ സജ്ജമാവണമെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം സംഭവിച്ചത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നത്. ചെറിയൊരു സ്ഫോടന ശബ്ദം, ചെറിയൊരു പൊട്ടലുണ്ടായി. അതിനുശേഷമാണ് ലീക്കേജ് ഉണ്ടായത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. എങ്ങനെയാണ് ലീക്കേജ് ഉണ്ടായി, എന്താണ് ആ ഒരു പൊട്ടലുണ്ടാവാനുള്ള ഒരു കേടുപാട് സംഭവിക്കാനുണ്ടായ കാരണമെന്ന് ഇനി ഈ വിദഗ്ധരായിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ആളുകൾ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് പറഞ്ഞാലേ മനസ്സിലാവൂ. അതിനുശേഷം അത് പരിഹരിക്കാൻ എത്ര നാളെടുക്കും എന്നതും ഒരു വിഷയം തന്നെയാണ്. കാരണം നൂറുകണക്കിന് രോഗികളെ പാർപ്പിക്കാൻ സാധിക്കുന്ന, ചികിത്സ കൊടുക്കുന്ന 6 നിലകളിലായി പ്രവർത്തിക്കുന്ന ഒരു ബ്ലോക്കാണിത്. ആ ബ്ലോക്കാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും സീൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളെ പാർപ്പിക്കാൻ ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ താൽക്കാലിക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയുടെ, മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തന്നെ ഭാഗമായിട്ടുള്ള പഴയ കാഷ്വാലിറ്റി വീണ്ടും അത് പ്രവർത്തന സജ്ജമാക്കുമെന്നൊരു കാര്യം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞു. അതിനർത്ഥം കുറച്ച് ദിവസം എന്തായാലും ഇതിങ്ങനെ അടഞ്ഞു കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ്. ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ കൂടിയും താൽക്കാലിക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് പറയുന്നു. അപ്പോഴും എപ്പോഴായിരിക്കും ഇത് പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തന സജ്ജമാവുക എന്ന കാര്യം പറയാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ടെക്നിക്കൽ വിങ്ങിൻ്റെ ആളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരികയോ അതുമായി ബന്ധപ്പെട്ട ഒരു ബൈറ്റ് തരികയോ അതിലൊരു വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും അറിയേണ്ടിയിരിക്കുന്നു. അതും ഉണ്ടാവുമെന്നാണ് മനസ്സിലാകുന്നത്. കാരണം PMSSY, പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതി പ്രകാരമാണ് ഈ ബ്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളത്. പുതിയ ബ്ലോക്കാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പുതിയ ബ്ലോക്കാണിത്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എന്തായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വക കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗികമായ വിശദീകരണം എന്തായാലും ഉണ്ടാവും. അത് എത്ര നാൾ കൊണ്ട് പരിഹരിക്കാനാവും എന്നൊരു കാര്യവും വരുന്ന ഇന്ന് അല്ലെങ്കിൽ നാളെയായിട്ടേ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. പരിശോധനയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഈ താഴത്തെ നിലയിൽ തന്നെ ആയിരുന്നു ഈ പുക ഉയർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മുകളിലേക്കൊക്കെ ഉയർന്നു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യം 1, 2, 3 നിലകളിലെ രോഗികളെ ആദ്യം ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 4ാം നിലയിലേക്കൊന്നും പുക എത്തിയിട്ടില്ല എന്നാണ് പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ രോഗികളെ എല്ലാം സുരക്ഷ മാനിച്ചുകൊണ്ട് തന്നെ എല്ലാ രോഗികളെയും
ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറോളം ഈ പ്രദേശത്ത് വലിയ രീതിയിൽ പുകയുണ്ടായിരുന്നു. ആശുപത്രിയുടെ താഴെ നിലയിലൊക്കെ വലിയ രീതിയിൽ പുകയുണ്ടായിരുന്നു. കുറച്ചു നേരത്തെ മുമ്പ് വരെ ആശുപത്രിയുടെ ചെറിയ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ആശുപത്രി പോലീസും ഫയർഫോഴ്സും മറ്റു സംവിധാനങ്ങളും ഒക്കെ ക്രിയാത്മകമായി ഇടപെട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം ഈ 5 മരണം സംഭവിച്ചതാണ്. ഈ 5 മരണം സംഭവിച്ചതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. പ്രായമായ ആളുകളുണ്ട്, വിഷം കഴിച്ചു വന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന് പ്രിൻസിപ്പാൾ അല്പസമയം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. വിനോദ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ യഥാർത്ഥ കാരണം അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാവേണ്ടതുണ്ട്. മരിച്ച ആളുകളുടെ ബന്ധുക്കളുടെ പ്രതികരണങ്ങളും മറ്റും ഒന്നും ലഭ്യമായിട്ടില്ല. 5 മരണം എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യ തന്നെയാണ്. പക്ഷേ വരുന്ന അവരുടെ ആരോഗ്യനില എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച കാര്യം നമുക്ക് ലഭ്യമല്ല. വളരെ ക്രിട്ടിക്കലായിരുന്നു എന്നാണ് നമ്മളോട് അല്പസമയം മുമ്പ് പ്രിൻസിപ്പൾ എന്തായാലും വിശദീകരിച്ചിട്ടുള്ളത്. കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭ്യമാവുമോ എന്ന് നോക്കാം. ഈ 5 പേര് മരണപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അവരുടെ ഡീറ്റെയിൽ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അല്ല, ഞാൻ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മരണം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ സിക്കായിട്ടുള്ള കുറച്ച് രോഗികളുണ്ട്. അവരുടെ ഗസ്റ്റുകളാണെന്നാണ് വന്നുടനെ പ്രിൻസിപ്പാൾ ഇവിടെ വിശദീകരിച്ചത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് സജ്ജീകരണങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ഇപ്പോൾ ഇത് തുറക്കാൻ എത്ര നാളാവും എന്നറിയില്ല. അതിൻ്റെ സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കാം. അത് പറയാനായിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് പറയാം. ഏതായാലും മറ്റു കാര്യങ്ങൾ നടക്കട്ടെ, രക്ഷാപ്രവർത്തനങ്ങളും ആവശ്യമായ അടിയന്തര നടപടികൾ നടക്കട്ടെ. എന്തൊക്കെ സംഭവിച്ചതെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പുറത്തേക്ക് വന്ന് അതിനനുസരിച്ച് പ്രതികരിക്കും. ഡെപ്യൂട്ടി മേയറുടെ ഭാഗത്തു നിന്നാണ് ഈ പ്രതികരണം ഉണ്ടായത്. മുസാഫർ അഹമ്മദ്, കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറാണ് പറഞ്ഞിട്ടുള്ളത്. ആവശ്യമായ നടപടികളൊക്കെ എന്തായാലും സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ആവശ്യമെങ്കിൽ മറ്റു നടപടികളും ഉണ്ടാവും. പൂർണ്ണസജ്ജമായ ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ് പ്രിൻസിപ്പാളും ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് എന്തായാലും അറിയാൻ സാധിക്കുന്നത്. ഈ ബ്ലോക്ക് പൂർത്തിയായതിനു ശേഷം ഇവിടെ ഇപ്പോൾ വൃത്തിയാക്കി കൊണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഒരുപാട് ആളുകൾ കയറിയും ഇറങ്ങിയും ആശുപത്രിയിൽ ചെളിയും മറ്റുമാണ്. കോഴിക്കോട് അല്പസമയം മുമ്പ് ചെറുതല്ലാത്ത മഴയും പെയ്തിരുന്നു. അങ്ങനെ ആകെ ഒരു മലീമസപ്പെട്ട ഒരു സാഹചര്യവും അന്തരീക്ഷമൊക്കെയാണുള്ളത്. അത് വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മറ്റ് നടപടികളും കാര്യങ്ങളുമൊക്കെ ആശുപത്രിക്കകത്തും പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. മറ്റ് ജനപ്രതിനിധികളെ ഒന്നും കാണാനില്ല. അവരൊക്കെ വന്ന് ആദ്യഘട്ടത്തിൽ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും തിരിച്ചു പോവുകയും ഒക്കെ ആയിരുന്നു ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ അനാസ്ഥ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനാസ്ഥ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ദിസ്ന കൂടി ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഈ ആശുപത്രിയുടെ പ്രവർത്തനം നാളെ OP ഒക്കെ അടക്കമുള്ള പ്രവർത്തനം ഈ ആശുപത്രിയിൽ നടക്കുമോ? അങ്ങോട്ടൊക്കെ വരുന്ന രോഗികളെയൊക്കെ പ്രവേശിപ്പിക്കാതെ തിരിച്ചയക്കുന്നു എന്നുള്ളൊരു വാർത്ത നേരത്തെ വന്നിരുന്നു. അപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ടോ? നാളെ ഈ ആശുപത്രിയിൽ OP ഒക്കെ പ്രവർത്തിക്കുമോ? അത്തരം കാര്യങ്ങൾ കൂടി പറയാൻ കഴിയുമോ ഗോകുൽ? അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ബ്ലോക്ക് മാത്രമാണ് അടച്ചിട്ടുള്ളത്. ഇവിടെ ലഭ്യമായിരുന്ന സേവനങ്ങളൊക്കെ മറ്റ് ആശുപത്രിയിലേക്ക് ലഭ്യമാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന് പ്രഥമ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നൊരു 10-12 കിലോമീറ്റർ അപ്പുറമാണ് ബീച്ച് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അതിനുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന അത്യാഹിത സേവനങ്ങളൊക്കെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ലഭ്യമാകും. അതിനുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന പഴയ കാഷ്വാലിറ്റി ഉണ്ട്. ആ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനവും ഉടനടി തന്നെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടുള്ളത്. ഈ ബ്ലോക്ക് ഇപ്പോൾ പൂട്ടിയിട്ടാണുള്ളത്. ഇതുമൂലം രോഗികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമമാണ് ആശുപത്രി സ്വീകരിക്കുക എന്നാണ് പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടുള്ളത്. മറ്റ് ആശുപത്രികളിലേക്കൊക്കെ പോവേണ്ടി വരും. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഈ പുക ഉയരുന്നതിന് മുമ്പ് തന്നെ ഉള്ള മരണങ്ങളാണ്, അല്ലെങ്കിൽ പുക മൂലമുള്ള മരണമല്ല എന്നൊക്കെ ആശുപത്രി സൂപ്രണ്ട് അങ്ങനെയാണ് പറയുന്നത്. മരിച്ചവർക്കെല്ലാം ഓരോ കാരണങ്ങളുണ്ട്. ഒരെണ്ണം ക്യാൻസർ ആയിരുന്നു, ഒരെണ്ണം വന്നപ്പോഴേ മരിച്ചതായിരുന്നു തുടങ്ങി വളരെ വിശദമായി പറഞ്ഞു വരുമ്പോൾ പുക ഉയർന്നത് കൊണ്ട് ആരും മരിച്ചില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. അവിടെ എത്തിയ ഡെപ്യൂട്ടി മേയർ ആവട്ടെ, അദ്ദേഹവും കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ സൂപ്രണ്ടിനോട് ചോദിച്ച് കാര്യങ്ങൾ കേട്ടിട്ട് അത് തന്നെ പറയുകയാണ്. മരണം പുക മൂലമല്ല എന്ന് വരുത്തി വെക്കുന്നു. പക്ഷേ
പ്രതിപക്ഷത്തെ ഒരു MLA-യോട് ബന്ധുക്കൾ, ആശുപത്രിയിലുള്ള ബന്ധുക്കൾ പറഞ്ഞത് ഈ പുക ഉയർന്നതിന് ശേഷം ഉണ്ടായ അസ്വസ്ഥത മൂലം ഒരാൾ മരിച്ചു എന്നുള്ള കാര്യമാണ് MLA-യോട് ആദ്യം പറഞ്ഞത്. MLA അക്കാര്യം മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു. ദിസ്ന കൂടി ചേർന്നു. ദിസ്ന, ഈ ആശുപത്രിയിൽ നിന്നുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ ഈ ബ്ലോക്കിലെ ഭൂരിപക്ഷം രോഗികളെ മാറ്റിയിട്ടുള്ളത് ബീച്ച് ആശുപത്രിയിലേക്കാണ്. അവിടെ അത്യാവശ്യം അവിടെ സൗകര്യങ്ങളുണ്ടോ? അവിടെ നാളെ കൂടുതൽ ഡോക്ടർമാരെയും നഴ്സുമാരെയൊക്കെ എത്തിച്ച് ആവശ്യമായ സേവനം നൽകും. അവിടെ മറ്റൊരു പകരം സംവിധാനം അവിടെ ഏർപ്പെടുത്തിയെന്ന് സൂപ്രണ്ട് പറയുന്നു. ബീച്ച് ആശുപത്രിയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അവിടെ ഈ ഇത്രയും അധികം രോഗികളെ ഉൾക്കൊള്ളാനൊരു സാഹചര്യം ബീച്ച് ആശുപത്രിക്കുണ്ടോ ദിസ്ന? സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി തവണ ഈ ബീച്ച് ആശുപത്രിയുടെ അവസ്ഥ, പരിതാപകരമായ അവസ്ഥയെ പറ്റി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കാസർഗോഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ഇപ്പോൾ അവിടേക്കാണ് ഭൂരിഭാഗം ആളുകളും മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അവിടെ എത്രത്തോളം സൗകര്യമുണ്ട് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആവശ്യമായ മരുന്നുകളുടെ ലഭ്യത കുറവൊക്കെ തന്നെയും ആ ആശുപത്രിയെ വല്ലാതെ വേട്ടയാടുന്ന ഒരു സംഭവം തന്നെയാണ്. അത്തരത്തിൽ ഈ രോഗികളെയൊക്കെ തന്നെയും പല രീതിയിലുള്ള അസുഖങ്ങൾ, പല രീതിയിൽ രോഗങ്ങൾ ബാധിച്ചവരെയൊക്കെ തന്നെയാണ് അവിടേക്ക് മാറ്റുന്നത്. അപ്പൊ താൽക്കാലികമായ ഒരു സൗകര്യം ഒരുക്കാൻ മാത്രമേ ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലെ സൗകര്യങ്ങൾ കൊണ്ട് കഴിയുകയുള്ളൂ എന്ന് തന്നെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അവിടേക്കാണ് ഇപ്പോൾ നിലവിൽ ഭൂരിഭാഗം രോഗികളെ മാറ്റിയിരിക്കുന്നത് എന്നൊരു സ്ഥിരീകരണം തന്നെയാണ് ലഭ്യമായിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും ഈ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് വെസ്റ്റ് ഹിൽ സ്വദേശിയായ ഗോപാലൻ, വടകര സ്വദേശിയായ സുരേന്ദ്രൻ, മേപ്പയൂർ സ്വദേശിയായ ഗംഗാധരൻ എന്നിവരാണ് മരിച്ചതെന്ന് അവരുടെ പേരടക്കമുള്ള ഒരു സ്ഥിരീകരണവും ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നു. ഇവർ പറയുന്നത് സംഭവത്തിന് മുമ്പ് തന്നെ ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മരിച്ചതാണ് എന്നാണ് പറയുന്നത്. ഇതിൽ ഇവരുടെ കേസ് ഹിസ്റ്ററി, അതായത് രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ ഇതിൽ 3 പേരിൽ ഒരാൾ വിഷം അകത്ത് ചെന്ന് ഗുരുതരാവസ്ഥയിലായിരുന്നു എന്ന് തന്നെയാണ് ഈ മെഡിക്കൽ അധികൃതർ, കോളേജ് പ്രിൻസിപ്പാൾ ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത്. മറ്റു 2 പേർക്ക് ഹൃദയ സംബന്ധമായ അസുഖവും ശ്വാസം മുട്ടുമായിരുന്നു. അത്തരത്തിൽ ഗുരുതരാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഭവം നടക്കുന്നതിന് മുൻപ് അവരുടെ മരണം സ്ഥിരീകരിച്ചു എന്നൊരു കാര്യം തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഒരു വിശദീകരണം. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ദിഖ് MLA ആരോപിച്ചത് വെന്റിലേറ്ററിലായിരുന്ന വയനാട് കോട്ടപ്പടി സ്വദേശി നസീറ എന്ന ഒരാൾ മരിച്ചത് ഇത്തരത്തിൽ ഈ അപകടം കാരണമാണ് എന്നൊരു ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ തന്നെ MLA-യോട് പറഞ്ഞ പ്രകാരമാണ് MLA ഇത് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചായാലും ബീച്ച് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത നിരവധി തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മനുഷ്യക്ഷാമം ഉൾപ്പെടെ അതുകൊണ്ട് തന്നെയാണ് കാര്യം ചോദിച്ചത്. ഈ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ ബീച്ച് ആശുപത്രിയുടെയൊക്കെ പ്രശ്നങ്ങൾ ദിസ്ന അടക്കമുള്ള അവിടുത്തെ റിപ്പോർട്ടർമാർ കൃത്യമായി അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് അത്തരം ഒരു ആശുപത്രിയിലാണ് ഇതുപോലെ ഒരു അപകടം നടന്നിട്ടുള്ളത്. ആ സ്ഫോടനത്തോടു കൂടിയാണ് UPS പൊട്ടിത്തെറിച്ചത്. ആ സമയത്താണ് അവിടുന്ന് വളരെ പെട്ടെന്ന് രോഗികളെ മാറ്റുന്നത്. എന്നിട്ട് മരണം നടന്നിട്ട് ഈ സമയത്ത് 7:45 അപകടമാണ്. 11:30 മണിയാകുമ്പോഴാണ് സൂപ്രണ്ട് വന്നിട്ട് 5 മരണമുണ്ടായി. പക്ഷേ അതൊന്നും പുക മൂലമല്ല, അതൊക്കെ ചിലർ മരിച്ച് ആണ് വന്നത്, ചിലർക്ക് ക്യാൻസർ ആയിരുന്നു. അത് സൂപ്രണ്ട് അത്തരത്തിലൊരു വിശദീകരണം തന്നെ അപഹാസ്യമാണ്. കാരണം ആശുപത്രിയിൽ രോഗികളല്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് വരില്ലല്ലോ. അപ്പോൾ ഇത് അവിടെ പുക ഇത്തരത്തിലുള്ള വലിയ നിലയിൽ പുക ഉയർന്നു, പൊട്ടിത്തെറിയോടുകൂടി ഉണ്ടായ UPS തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ എല്ലാവരും കൂടി ഇടപെട്ട്, പോലീസും ഫയർഫോഴ്സും എല്ലാം കൂടി ഇടപെട്ടാണ് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ആളുകളെ മാറ്റി ബീച്ച് ആശുപത്രിയിലടക്കം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനിടയ്ക്കാണ് ഒരു മരണം MLA പറഞ്ഞതുകൊണ്ടാണ് അത് മൂടി വെക്കാൻ കഴിയാതെ പിന്നീട് അതിന്മേൽ വിശദീകരണം നൽകുന്നത്. എന്തായാലും ഈ ബന്ധുക്കൾ, ഇപ്പോൾ നേരത്തെ മരിച്ചവരുടെ പേരുകൾ ദിസ്ന പറഞ്ഞിരുന്നു, ഈ ബന്ധുക്കളുടെ പ്രതികരണമാണ് നമുക്ക് വേണ്ടത്. ബന്ധുക്കൾ പറയട്ടെ എന്താണ്. ബന്ധുക്കൾ അറിയാമല്ലോ, കൂടെ നിന്നവരാണ്. എപ്പോഴാണ് മരണം നടന്നത്? ഈ പുക ഉയർന്നതിന് ശേഷമാണോ, പിന്നീട് അവർക്ക് അസ്വസ്ഥത ഉണ്ടായോ, തുടങ്ങിയ കാര്യങ്ങൾ ബന്ധുക്കൾ കൂടി പറയുമ്പോഴേ അതിനകത്ത് ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. പക്ഷേ മെഡിക്കൽ റിപ്പോർട്ട് കൂടി വരണം. ഈ പുക ശ്വസിച്ചത് കൊണ്ടാണോ മരണം എന്നുള്ള തുടങ്ങിയ മെഡിക്കൽ റിപ്പോർട്ട് കൂടി വരണം.
എന്തായാലും സമഗ്ര അന്വേഷണം വേണമെന്ന് BJP ഇപ്പോൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. BJPയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു തന്നെ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ടി സിദ്ദിഖും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഗോകുൽ ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഗോകുൽ പറഞ്ഞത് ടി സിദ്ദിഖ് MLA വന്നു പോയി, ജില്ലാ കളക്ടറും അവിടെ എത്തിയിരുന്നു. കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെ ഇപ്പോൾ ആശുപത്രിയിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഗോകുൽ അങ്ങനെ തന്നെയല്ലേ? വന്നവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മടങ്ങിപ്പോയി, അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത് ഗോകുൽ? അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ജനപ്രതിനിധികളായിട്ടുള്ള ആരും ആശുപത്രിയിൽ അവശേഷിക്കുന്നില്ല. നേരത്തെ വന്നിരുന്നു, വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോയി എന്നതിനപ്പുറത്തേക്ക് ഇവിടെ പൂർണ്ണമായി എന്തെങ്കിലും ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കുന്നത് വരെയോ അതിനുള്ള നേതൃത്വം നൽകാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. MK രാഘവൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിരുന്നു, ജില്ലാ കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ MLA മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. പക്ഷേ കുറച്ച് സമയം മാത്രമാണ് അവർ വന്നു നിന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു പ്രതികരണവും നൽകിയതിന് ശേഷം അവർ പോവുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ കുറച്ച് മാധ്യമപ്രവർത്തകർ, ആശുപത്രി ഓഫീഷ്യൽസ്, കുറച്ച് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, പോലീസുകാർ, ഫയർഫോഴ്സ്, ഇത്രയും വിഭാഗം മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത്. നാട്ടുകാരൊക്കെ, നൂറുകണക്കിന് നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരുൾപ്പെടെയുള്ള ആളുകൾ പിരിഞ്ഞുപോയി. ഈ താൽക്കാലിക സംവിധാനം മറ്റു സ്ഥലങ്ങളിലേക്ക് ഒരുക്കുകയും ആശുപത്രി സീൽ ചെയ്യുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നേരത്തെ വിനോദ് പറഞ്ഞ പോലെ ഈ മരണത്തെ സംബന്ധിച്ച കാര്യത്തിൽ ഈ പുക ശ്വസിച്ചാണോ മരിച്ചത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലൊരു മരണമല്ല സംഭവിച്ചത് എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചികിത്സ കിട്ടാൻ വൈകിയോ എന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനെടുത്ത സമയം, മറ്റു സംവിധാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാനെടുത്ത സമയം, അല്ലെങ്കിൽ അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ്, ഇവിടെ നിന്ന് ആളുകളെ മാറ്റേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ അവർക്കൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. പുക ശ്വസിച്ചു മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് 3 or 4 നിലകളിലേക്കൊന്നും, ഉയർന്ന നിലകളിലേക്കൊന്നും ഈ പുക എത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ ഒരു 4 രോഗികൾ 4ാം നിലയിൽ നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് പുക എത്തിയിട്ടില്ല, മാറ്റണോ വേണ്ടയോ എന്ന കാര്യത്തിലൊരു സംശയമൊക്കെ ആശുപത്രി അധികൃതർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെയുമൊക്കെ മറ്റ് സാധാരണക്കാരായ രോഗികളൊക്കെ ഉണ്ടായിരുന്നു. അവരെ മാറ്റാനെടുത്ത കാലതാമസം കൊണ്ട് മരണം സംഭവിച്ചിട്ടുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വിനോദ് നേരത്തെ പറഞ്ഞതുപോലെ ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾ, അവർ ഇങ്ങോട്ടേക്ക്, രോഗികളായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവരുടെ ആരോഗ്യനില എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും അറിയേണ്ടതുണ്ട്. മറ്റു ആശുപത്രിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തതാണോ എന്ന് അറിയേണ്ടതുണ്ട്, വീട്ടിൽ നിന്ന് വന്നതാണോ എന്ന് അറിയേണ്ടതുണ്ട്, എന്ത് അസുഖവുമായിട്ടാണ് ഇവർ ഇങ്ങോട്ടേക്ക് വന്നത് എന്നതിന്റെ കാര്യം അറിയേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുണ്ടായിരുന്ന ഈ ബ്രീഫിങ്ങിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന കാര്യത്തിൽ നമുക്കും ഉറച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത്തരമൊരു ആശങ്കയിലേക്കും സംശയത്തിലേക്കും ഒക്കെ നയിച്ചൊരു കാരണം ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ MLA ആയിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് ഇത്തരത്തിലൊരു മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നതിന് ശേഷം മാത്രമാണ് ഒരു വിശദീകരണം നൽകാൻ അവർ തയ്യാറായിട്ടുള്ളത് എന്നതുകൊണ്ടാണ്. നേരത്തെ തന്നെ നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ നിന്ന് മാറ്റിയ ആളുകളുടെ ആരോഗ്യസ്ഥിതി? അപ്പോൾ അവർ പറഞ്ഞൊരു വിശദീകരണം, ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്, കാര്യങ്ങളൊക്കെ അണ്ടർ കൺട്രോൾ ആണ് എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ അണ്ടർ കൺട്രോൾ ആണ്, ഇവിടെ മറ്റു രോഗികളില്ല, ഈ പുക ഉയരുന്നതൊക്കെ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്, ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ആശുപത്രിക്കകത്ത് നടക്കുന്നുണ്ട്, ആശുപത്രിയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയവരുടെ ആരോഗ്യസ്ഥിതിയും തൃപ്തികരമാണ് എന്നൊരു വിശദീകരണം നൽകി. തൊട്ടു പിന്നാലെ നമ്മൾ ചോദിച്ച മരണത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച സമയത്ത് അതിപ്പോൾ പറയാൻ സാധ്യമല്ല എന്നൊരു കാര്യമായിരുന്നു പറഞ്ഞത്. തീർച്ചയായിട്ടും പ്രാഥമിക ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ ആർക്കും സാധിക്കില്ല. അതിൻ്റെ വിവരങ്ങളൊക്കെ ശേഖരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് രോഗികളെ മാറ്റേണ്ട കാര്യത്തിലും ഇവിടെ അടിയന്തരമായിട്ടുള്ള സംവിധാനം ഒരുക്കേണ്ടതിനും ഒക്കെ തന്നെയാണ് പ്രഥമ പ്രയോറിറ്റി. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. അതിനുശേഷവും ഇത് മാറ്റിയതിനു ശേഷവും നമ്മൾ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടു, സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടു, പ്രിൻസിപ്പാളുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്തും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ ഈ ഒരു ആരോപണവുമായിട്ട് പ്രതിപക്ഷ MLA ആയിട്ടുള്ള ടി സിദ്ദിഖ് വന്നതിന് ശേഷം മാത്രമാണ് ഒരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടുള്ളത്. ടി സിദ്ദിഖിന്റെ ബൈറ്റിൽ അദ്ദേഹം പറഞ്ഞത് ഈ വെന്റിലേറ്ററിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് മരണം സംഭവിച്ചത് എന്നാണ്. പക്ഷെ അതിനുശേഷം പ്രിൻസിപ്പാൾ പറഞ്ഞ ബൈറ്റിൽ ആ കാര്യമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മരണം നേരത്തെ സംഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ ആശുപത്രിയിൽ നിന്ന് മറ്റു ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള കാലതാമസം രോഗി മരണപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും ചർച്ചയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പുക ശ്വസിച്ചിട്ടാണോ മരിച്ചത് എന്നതും ചർച്ചയാവാൻ ഇടയുള്ള ഒരുപക്ഷെ ഈ കുടുംബാംഗങ്ങളുടെ പ്രതികരണം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിലൊരു തീർപ്പ് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തായാലും
5 മരണം സംഭവിച്ചു, ഇനിയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നൊരു വിശദീകരണം, ഒരു തൃപ്തികരമായ മറുപടി ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അവർ പറഞ്ഞത് ക്രിട്ടിക്കലായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ അങ്ങനെ ആയിരുന്ന ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായി പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ മറ്റ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് പറയുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സേവനങ്ങൾ, ഇത് PMSSY ബ്ലോക്കാണ്, പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതി പ്രകാരമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6 നിലകളിലുള്ള ഒരു അത്യാധുനിക സൗകര്യത്തോടു കൂടിയുള്ള ഒരു ബ്ലോക്ക് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന സേവനങ്ങൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ ലഭ്യമാക്കുമെന്നൊരു മറുപടി പറയുന്നു. അതിൽ സ്വകാര്യ ആശുപത്രികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ശ്രമം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇക്ര ഉൾപ്പെടെയുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് രോഗികളെ മാറ്റിയിട്ടുണ്ട്. അവിടെ ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെയുള്ള സേവാഭാരതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ആംബുലൻസുകൾ ഈ അപകടം നടന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. മറ്റു സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മറ്റ് ആശുപത്രികളുടെ ആംബുലൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആംബുലൻസും കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും കുറച്ച് ദിവസത്തേക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ മറ്റൊരു വിഷമകരമായ ഒരു കാര്യം. കാരണം 6 ബ്ലോക്കിൽ പ്രവർത്തിച്ചിരുന്ന പല വിഭാഗങ്ങളുണ്ട്. അതൊക്കെ മറ്റ് ആശുപത്രികളിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. ബീച്ച് ആശുപത്രിയിലും മറ്റു സ്വകാര്യ ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയിട്ടിരിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പഴയ കാഷ്വാലിറ്റി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ചില ആളുകളൊക്കെ ഇവിടെ എത്ര അപകടം നടന്നത് അറിയാതെ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യങ്ങളുണ്ട്. ചില ബുദ്ധിമുട്ടുകളൊക്കെ എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്നതിൽ തർക്കമില്ല. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയാണ് വേണ്ടത്. അതിനാൽ തന്നെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ശക്തമായ ഒരു അന്വേഷണം ഉണ്ടാവണമെന്നൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അന്വേഷണം എന്തായാലും ഉണ്ടാവേണ്ടതാണ്, പ്രശ്നം എന്തായാലും പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇത്തരത്തിൽ പുകയാണ് ഉയർന്നത് എങ്കിലും നൂറുകണക്കിന് രോഗികളെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലാണ് ഇവിടെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു നിലയിലാണ് പുകയുണ്ടായിട്ടുള്ളത്, പക്ഷെ 6 നിലയിലെ പൂർണ്ണമായും രോഗികളെ ഒഴിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ സമയത്തേക്ക് ഈ ആശുപത്രിയും പരിസരവും ഒക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്തൊരു സാഹചര്യത്തിൽ കൂടുന്നൊരു ഒരവസ്ഥയായിരുന്നു ഉണ്ടായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തും കോഴിക്കോട് നഗരത്തിൽ കൂടിയും നിരവധി ആംബുലൻസുകൾ ചീറിപ്പായുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഒരു 5 മരണം സംഭവിച്ചു എന്നൊരു വിവരം പുറത്തു വരുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഔദ്യോഗികമായ വിശദീകരണം അത് വരേണ്ടിയിരിക്കുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ അവരുടെ പ്രതികരണങ്ങളൊക്കെ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ഇനിയും മുന്നിൽ ബാക്കിയുള്ളത് മറ്റ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച നമുക്ക് വളരെ പെട്ടെന്ന് ദിസ്നയിലേക്കും കൂടി ഒന്ന് പോകാം. ദിസ്ന, മറ്റ് ആശുപത്രികളിൽ കഴിയുന്ന രോഗികളുടെ ആരോഗ്യസ്ഥിതി, അതേപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? ആരെങ്കിലും ഗുരുതരമായ അവസ്ഥയിലൊക്കെ ഏതെങ്കിലും ആശുപത്രി ഇവിടുന്ന് മാറ്റിയവരുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ദിസ്ന? വിനോദ്, ഈ ഒരു സംഭവം നടക്കുമ്പോൾ പരിഭ്രാന്തിയായ ഒരു പ്രശ്നം മാത്രമാണ് നിലവിൽ ഈ രോഗികൾക്കുള്ളത് എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 30 പേരെയാണ് മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ മാറ്റിയിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ അതായത് ഒരു 2 മണിക്കൂർ മുൻപുള്ള കണക്കുകൾ പ്രകാരം 34 എണ്ണം എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. അതിൽ നിംസ് ആശുപത്രിയിൽ 3 പേര്, ബേബിയിൽ 2, ഇക്ര 6, നിർമ്മലയിൽ 1, അത്തരത്തിൽ മറ്റ് സഹകരണ ആശുപത്രികളിൽ 1, അങ്ങനെയാണ് കണക്കുകൾ ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഈ രോഗികളൊക്കെ തന്നെയും പരിഭ്രാന്തിയുള്ള അല്ലെങ്കിൽ പരിഭ്രാന്തരായിട്ടുണ്ടാവും ഇത്തരത്തിലൊരു അവസ്ഥ. അത് മാത്രമാണ് ഇപ്പോൾ രോഗികളുടെ രോഗാവസ്ഥയെ പറ്റി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ കൂടുതൽ ആളുകളുടെ അല്ലെങ്കിൽ ഹിസ്റ്ററി ഒക്കെ തന്നെയും രോഗികളുടെ എണ്ണവും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയും പരിശോധിച്ചു വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരണത്തെ സംബന്ധിച്ച ഒരു ആരോപണം ഉയർന്ന സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം ഈ അപകടം നടന്നതിനെ തുടർന്നാണ് നമ്മൾ വാർത്താ ബുള്ളറ്റിൻ വരെ നീട്ടുന്ന സാഹചര്യം. അത് വളരെ പെട്ടെന്ന് ഗോകുലിലേക്ക് കൂടി ഒന്ന് പോകാം. ഗോകുൽ, മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഈ അപകട സ്ഥിതി, അതായത് ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് മൂലം UPS പൊട്ടിത്തെറിച്ച അപകടസ്ഥിതി പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ആ ബ്ലോക്ക് സീൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഇനിയിപ്പോൾ ഈ അപകട കാരണം അല്ലെങ്കിൽ ഈ രോഗികളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി, ഇതിനെ സംബന്ധിച്ച സ്ഥിരീകരണങ്ങളാണ്. മരണം എങ്ങനെയാണ് നടന്നത് അല്ലെങ്കിൽ ബന്ധുക്കളുടെ പ്രതികരണം, അതൊക്കെയാണ് ഇനി വരാനുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ രക്ഷാപ്രവർത്തനം സമ്പൂർണ്ണമായി അത് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഈ പ്രത്യേകിച്ചും ഈ തീ അണയ്ക്കുന്നത് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കുന്ന നടപടികൾ, രോഗികളെ മാറ്റിക്കൊണ്ടുള്ള നടപടികൾ, അത്തരം നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ അവിടെ ഗോകുൽ?
നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. രോഗികളെ പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ റൂമിലെ മറ്റു ഉപകരണങ്ങളൊക്കെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ശുചീകരണ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് പല ആളുകളും വന്നും കയറിയും ഒക്കെ ഇവിടെ വലിയ രീതിയിലുള്ള ചെളിയും മലിനമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വൃത്തിയാക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഈ ബ്ലോക്കുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കുറച്ചംഗങ്ങൾ നേരത്തെ പരിശോധന നടത്തുകയും അവിടെ നിന്ന് കൂടുതൽ അപകടം ഉണ്ടാവാത്ത രീതിയിൽ ആ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.